നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു, അതിനകത്ത് 3ഉം 4ഉം ഇല്ലസ്ട്രേഷൻ നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്റെ സൊല്യൂഷൻ വേണമെങ്കിലും തരാം. ഇനി നമ്മൾ അതേ വർഷം ചെയ്ത അല്ലെങ്കിൽ അതേ വർഷത്തെ റെക്ടിഫിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഇത് സബ്സീക്വന്റ് ഇയറിലെ റെക്ടിഫിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 2021 സെൻ ഫൗണ്ട് in 2021 Zen found accidentally that his books of accounts for 2020 contained some errors. അതായത് 2020 ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 2021 സെൻ നോക്കിയപ്പോൾ എറേഴ്സ് റെക്ടിഫൈ ആയി. ഓക്കെ, എറേഴ്സ് ട്രേസ് ചെയ്തു. അപ്പോൾ അടുത്ത കൊല്ലമാണ് സെൻ അറിയുന്നത്. സബ്സീക്വന്റിലാണ് എറർ ഉണ്ടെന്ന് ആരറിയുന്നത്? സെൻ അറിയുന്നത്. അപ്പോൾ ആ എറേഴ്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം, an invoice for ₹1,000 for goods purchased from Basu was entered in sales return book. Sales return book എന്ന് പറയുന്നത് എന്താണ്? സബ്സിഡിയറി ബുക്കാണ്. സബ്സിഡിയറി ബുക്ക്. ഓക്കെ ആണല്ലോ. സബ്സിഡിയറി ബുക്കിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ മൊത്തം മാറിപ്പോകും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ആദ്യം റോങ് എൻട്രിക്ക് ഒരു കോളം വേണം. നിങ്ങൾ വരയ്ക്കണം കേട്ടോ. റോങ് എൻട്രിക്ക് ഒരു കോളം വേണം, കറക്റ്റ് എൻട്രിക്ക് ഒരു കോളം വേണം, പിന്നെ റെക്ടിഫിക്കേഷൻ എൻട്രിക്ക് ഒരു കോളം വേണം. നിങ്ങളും വരയ്ക്കുന്നില്ലേ? ഓക്കെ. അപ്പോ ഗുഡ്സ് ആൻഡ് ഇൻവോയ്സ് ഫോർ ₹1,000 പർച്ചേസ് ചെയ്തതിന് പകരം സെയിൽ ആയിട്ട് കോഡ് ചെയ്തു അല്ലെ? അപ്പൊ എന്തായിരുന്നു എൻട്രി വരേണ്ടത്? ബസു അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ബസു അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 1000. ഇതായിരുന്നു കറക്റ്റ് എൻട്രി വരേണ്ടത്. ഓക്കെ, എന്താണ് അവർ എഴുതിയത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബസു എന്നെഴുതി. അറിയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ എങ്ങനെ റെക്ടിഫൈ ചെയ്യും നമുക്ക് നോക്കാം. റെക്ടിഫൈ ചെയ്യും. ആരെങ്കിലും സെയിം ആയിട്ടുണ്ടോ നോക്കി. ഡെബിറ്റിൽ ആണ് ബസു വരേണ്ടത്. ബസു ഇവിടെ ക്രെഡിറ്റിലാ വന്നിരിക്കുന്നത് അല്ലെ? ബസു ക്രെഡിറ്റിലാ വന്നിരിക്കുന്നത്. പർച്ചേസ് അല്ല വരേണ്ടത്, സെയിൽസ് ക്രെഡിറ്റിലാ വരേണ്ടത്. അപ്പൊ ഈ പർച്ചേസിനെ കളയണം. ഈ ഡെബിറ്റിലുള്ള ഈ ക്രെഡിറ്റിലുള്ള ഈ ബസുവിനെ കളഞ്ഞിട്ട് ഡെബിറ്റിൽ ബസുവിനെ കൊണ്ടുവരണം. ക്രെഡിറ്റ് സെയിൽസിനെ കൊണ്ടുവരണം. ഓക്കെ, എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത ആളുകളെ എലിമിനേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ആരെയാണ്? പർച്ചേസിനെ എലിമിനേറ്റ് ചെയ്യാം. പർച്ചേസ് ആവശ്യമില്ല. പർച്ചേസിന് എന്ത് ചെയ്യാം? നമുക്ക് ടു പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലെ? എക്സ്പെൻസ് അക്കൗണ്ട് അല്ലേ? എക്സ്പെൻസ് അക്കൗണ്ടോ ഇൻകം അക്കൗണ്ടോ വന്നു കഴിഞ്ഞാൽ എന്ത് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 1000. ഓക്കെ, പർച്ചേസിനെ നമ്മൾ കളഞ്ഞു. അടുത്തത്, ബസുവിനെ എലിമിനേറ്റ് ചെയ്യണം. ക്രെഡിറ്റിലല്ല ബസു വരേണ്ടത്, ബസു ഡെബിറ്റിലാണ് 1000 വരേണ്ടത്. ആദ്യം ക്രെഡിറ്റിലുള്ള 1000 കളയണമെങ്കിൽ 1000 ഡെബിറ്റ് ചെയ്യണം. ഇനി ഡെബിറ്റിൽ 1000 കൂടി ആഡ് ചെയ്യണമെങ്കിൽ 1000 കൂടി ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ബസുവിനെ എന്ത് ചെയ്തു നമ്മൾ? ബസു അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 1000 പ്ലസ് 1000, 2000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ ആണോ? ബസു കളഞ്ഞു. ഈ ബസുവിനെ കളഞ്ഞു. ഈ ബസുവിനെ ആഡ് ചെയ്തു. ഇനി ആഡ് ചെയ്യേണ്ട ആരെയാണ്? ടു സെയിൽസിനെ ആഡ് ചെയ്യണം. ക്രെഡിറ്റിൽ ടു സെയിൽസ് എന്ന് പറയുന്നതും എന്താണ്? ഇൻകം അക്കൗണ്ട് ആണ്. അതിന് പകരം എന്തെന്ന് എഴുതി? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതി. P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ ആണോ പറഞ്ഞത്? അറിയോ? ഓക്കെ ആണ്. എല്ലാവരും ഓക്കെ അല്ലേ? അടുത്തത്, അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തത്, ഗുഡ്സ് ബോട്ട് ഓൺ ക്രെഡിറ്റ് ഫ്രം രാംലാൽ 1500 വേർ എൻറ്റേർഡ് ഇൻ സെയിൽസ് ബുക്ക് ആസ് 1050. സെയിൽസ് ബുക്കിൽ 1050 എന്ന് എഴുതി വെച്ചു. സെയിൽസ് ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മൊത്തം തെറ്റിപ്പോയി.
സെയിൽസ് ബുക്കിലാണ് എഴുതിയത്, മൊത്തം തെറ്റിപ്പോയി. അപ്പൊ എന്തെന്ന് എഴുതാം? കറക്റ്റ് എൻട്രി എന്തായിരുന്നു വരേണ്ടത്? രാംലാൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാംലാൽ. ഓക്കെ, ഞാൻ ഒരു 2 മിനിറ്റ് പോസ് ചെയ്യണേ. സോ നമ്മള് കറക്റ്റ് എൻട്രി എന്താണ് പറയേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു രാംലാൽ 1500 ആണ് വരേണ്ടത്. അതിന് പകരം അയാൾ സെയിൽസ് ബുക്കിൽ കൊണ്ടുവന്ന് എഴുതി വെച്ചു, മൊത്തം തെറ്റിച്ചു കളഞ്ഞു. രാംലാൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് എന്ന് അയാൾ എഴുതി. ഓക്കെ ആണോ? ഇതിൽ ആവശ്യമുള്ളത് എന്തെങ്കിലും, കറക്റ്റ് പാർട്ട് എന്തെങ്കിലും റോങ് എൻട്രിയിൽ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നുമില്ല, എല്ലാം തലതിരിച്ച് അയാൾ എഴുതി വെച്ചിരിക്കുന്നു അല്ലെ. അപ്പോ നമുക്ക് ആദ്യം രാംലാലിനെ എലിമിനേറ്റ് ചെയ്യാം. രാംലാൽ ഡെബിറ്റിലല്ല വരേണ്ടത്, എവിടെയാണ് വരേണ്ടത്? ക്രെഡിറ്റിലാണ് വരേണ്ടത്. ആദ്യം 1050 ക്രെഡിറ്റ് ചെയ്താൽ ഈ ഡെബിറ്റിലുള്ള 1050 പോവുള്ളൂ. പിന്നെ ഒരു 1500 കൂടി രാംലാലിനെ എന്ത് ചെയ്താലേ, രാംലാലിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ രാംലാൽ ക്രെഡിറ്റിൽ 1500 വരുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം രാംലാലിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം ടു രാംലാൽ. എത്രയാണ്? 1550 ഡെബിറ്റിലുള്ളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 1050 ക്രെഡിറ്റ് ചെയ്തു. 1500 ക്രെഡിറ്റിൽ വരാൻ വേണ്ടി രാംലാലിന് എന്ത് ചെയ്തു? 1500 കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ മൊത്തം 2550. ഓക്കെ, അപ്പൊ രാംലാൽ ഓക്കെ ആയി. ഇനി ആരെ വേണ്ടത്? ക്രെഡിറ്റിലുള്ള സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോ ക്രെഡിറ്റിലുള്ള സെയിൽസിനെ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. എന്തെന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 1050. ഓക്കെ ആണോ? അതും കഴിഞ്ഞു. ഇനി ഡെബിറ്റിൽ ആരെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഡെബിറ്റിൽ ശരിക്കും വരേണ്ട ആളാരാണ്? പർച്ചേസ് ആണ്. പർച്ചേസും എന്താണ്? എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ വരേണ്ടത്. ഓക്കെ, അപ്പോ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 1050, പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 1500 ടു രാംലാൽ 2550. അറിയോ? ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ ആണോ? അടുത്തത് The sales book for the month of April was overcast by 100. സെയിൽസ് ബുക്കിൽ 100 രൂപ കൂടുതലുണ്ട്. സെയിൽസ് ബുക്കിൽ 100 രൂപ കൂടുതലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ 100 രൂപ കുറയ്ക്കണം അല്ലെ? റോങ് എൻട്രി ഒന്നുമില്ല, കറക്റ്റ് എൻട്രി. എന്ത് ചെയ്യണം നമ്മൾ? സെയിൽസ് ബുക്കിൽ കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം 100 രൂപ. എന്ത് ചെയ്യണം? എന്താണ് ജേണൽ എൻട്രി വരിക? സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ, അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം അക്കൗണ്ട് ആണ്. അതിനെ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതി. പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 100 ടു സസ്പെൻസ് 100 എന്ന് എഴുതി. ഓക്കെ അല്ലേ? വേറെ ആരും വരാനില്ല. കൂടെ ആരും ഇല്ലാത്തവരുടെ കൂടെ ആരുണ്ടെന്നാ പറഞ്ഞത്? നമ്മൾ സസ്പെൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സസ്പെൻസ് എഴുതി. ഇനി അടുത്തത്, ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് എ സെയിൽ ഓഫ് 456 ടു കെബീറിന് 456 രൂപ കൊടുത്തിട്ടുണ്ട്. 456 രൂപ കൊടുത്തിട്ടുണ്ട്. വാസ് entered in the sales book as 645 from where he was debited by 615. മൊത്തം കുഴച്ചു വെച്ചു. ആ കറക്റ്റ് എൻട്രി എന്തായിരുന്നു വരേണ്ടത്? കബീർ അക്കൗണ്ട് ഡെപ്റ്റർ 456 456 ടു സെയിൽസ് 456 ഇതായിരുന്നു വരേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതിന് പകരം അവരെന്താ ചെയ്തത്? സെയിൽസ് ബുക്കിൽ 645 എഴുതി, കബീറിന്റെ അക്കൗണ്ടിൽ 615 എഴുതി. ഓക്കെ, അവരെഴുതിയത് കബീർ അക്കൗണ്ട് ഡെപ്റ്റർ 615 ടു സെയിൽസ് 645 എന്നാണ് അവർ എഴുതിയത്. ഓക്കെ അല്ലേ?
ഇതെങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും? എൻട്രി ഒക്കെ ശരിയാണ് അല്ലേ? ഏതാ? സെയിൽസിൽ കൂടുതലായിട്ട് എടുത്തത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസിൽ കൂടുതലായിട്ട് വന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ എത്ര ഡെബിറ്റ് ചെയ്യണം സെയിൽസിനെ? 456 മതി. 645 ഉണ്ട് അല്ലെ? 645 മൈനസ് 456 എത്രയാണ്? എന്റെ കാൽക്കുലേറ്റർ ഇല്ല, ഒന്ന് പറയാമോ? 189 അല്ലേ? 189 അല്ലേ? അപ്പൊ സെയിൽസ് അക്കൗണ്ടിന് നമ്മൾ 189 ഡെബിറ്റ് ചെയ്തു. സെയിൽസ് അക്കൗണ്ട് എന്താണ്? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് കേട്ടോ. P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, സെയിൽസ് ഇൻകം അക്കൗണ്ട് ആയതുകൊണ്ട് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോ സെയിലിനെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി കെബീറിനെ എന്ത് ചെയ്യണം? കെബീറിന് എത്രയുണ്ട്? 615 ഉണ്ട് അല്ലെ? 615 ഉണ്ട്. എത്ര മതി? 456 മതി. 159 എന്ത് ചെയ്യണം? ഡെബിറ്റ് കൂടുതലാണ്. ആ കൂടുതൽ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പൊ നോക്കിയേ, ഡെബിറ്റിൽ 189 ഉണ്ട്, ക്രെഡിറ്റിൽ 159 ഉണ്ട്. 30 റുപ്പീസ് കുറവുണ്ട് അല്ലേ? കുറവ് നികത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 30 റുപ്പീസിനെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഡെബിറ്റും ക്രെഡിറ്റും അറിയോ? ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. ജോയലെ? സഫ? യെസ്. അടുത്തത്, എ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫ് ₹50 allowed to G Gupta remained unposted to his account. ഓക്കെ, എന്താ പറയുന്നത്? ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ടിന് എവിടെ എഴുതിയിട്ടില്ല? ഗുപ്തയുടെ അക്കൗണ്ടിൽ എഴുതിയിട്ടില്ല. എന്താണ് എൻട്രി വരേണ്ടത്? സപ്പോസ് ഗുപ്തയുടെ ഒരു എമൗണ്ട് നമുക്കിവിടെ പറയാം. ഇവിടെ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. 500 ആണ് ഗുപ്തയുടെ എമൗണ്ട് എന്ന് പറയാം. ഓക്കെ, നമ്മൾക്ക് ഒരു എമൗണ്ട് തന്നിട്ടില്ല എങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെയാണ് എങ്കിൽ എന്താണ് എൻട്രി വന്നിട്ടുണ്ട്? ഡിസ്കൗണ്ട് ഗുപ്തയുടെ അക്കൗണ്ടിൽ എഴുതിയിട്ടില്ല എന്നാ പറഞ്ഞത് അല്ലെ? അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര കിട്ടിയിട്ടുണ്ടാവും? 450 കിട്ടിയിട്ടുണ്ടാവും. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 50 ടു ഗുപ്ത 500 എന്നായിരുന്നു എൻട്രി വരേണ്ടത്. പക്ഷേ ഇവരെന്താ ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 450, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 50 ടു ഗുപ്ത എത്രയാണ്? 450 എഴുതി. അറിയോ? ഓക്കെ ആണോ? ഗുപ്തയുടെ അക്കൗണ്ടിൽ ഡിസ്കൗണ്ടിന്റെ എൻട്രി പോസ്റ്റ് ചെയ്തില്ല. അറിയോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇനി എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും? 450 അവിടെ ഉണ്ട്, ഡിസ്കൗണ്ടും അവിടെ ഉണ്ട്. ഗുപ്തയുടെ അക്കൗണ്ടിൽ എത്ര വന്നാൽ മതി? ഒരു 50 ക്രെഡിറ്റ് ആയാൽ മതി അല്ലെ? ഗുപ്തയും ഉണ്ട് അവിടെ, പക്ഷെ എന്തില്ല? ഗുപ്തയുടെ അക്കൗണ്ടിൽ ഒരു 50 രൂപയുടെ കുറവുണ്ട് ക്രെഡിറ്റിൽ. അപ്പൊ ക്രെഡിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ടു ഗുപ്ത. ഗുപ്ത എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്, ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ഗുപ്ത എന്ന് തന്നെ എഴുതി. വേറെ ആരും ഇല്ല ഡെബിറ്റിൽ വന്നിരിക്കാൻ അല്ലെ? അപ്പൊ ഡെബിറ്റിൽ ഗുപ്തയ്ക്ക് കൂട്ടായിട്ട് ആരെ കൊണ്ടുവന്നു? സസ്പെൻസ് അക്കൗണ്ടിനെ കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? അടുത്ത അഡ്ജസ്റ്റ്മെന്റ്, എ മെഷീൻ പർച്ചേസ്ഡ് ഓൺ January 2018 for 10,000 on which 2,000 depreciation had been written off over 2 years, 2018 and 19, had been sold on 1st July 2020 for 8,500, but the sale was entered in the sales day book. ഏതോ മരമണ്ടനായ അക്കൗണ്ടന്റ് ആയിരുന്നു, അയാൾ എന്ത് ചെയ്തു? മെഷീനറി സെയിൽ ചെയ്തത് സെയിൽസ് ഡേ ബുക്കിൽ എഴുതി വെച്ചു. എന്താണ് എൻട്രി വന്നിട്ടുള്ളത്? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 8,500 ടു സെയിൽസ് 8,500 എന്ന് അയാൾ എഴുതി വെച്ചു.
ഓക്കെ, കറക്റ്റ് എൻട്രി എന്തായിരുന്നു വരേണ്ടത്? കറക്റ്റ് എൻട്രി എന്തായിരുന്നു വരേണ്ടത്? നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. 10,000 രൂപയ്ക്ക് മെഷീനറി പർച്ചേസ് ചെയ്തു. ആ മെഷീനറിക്ക് 2,000 രൂപ 2 കൊല്ലത്തേക്ക് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ 1 ഇയറിൽ 1,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ആ മെഷീനറിയുടെ വില എത്രയായി? 8,000 ആയി. 8,000 ആയി അല്ലേ? 8,000 ആയില്ലേ? അറിയോ? ഓക്കെ. ആ 2018-19 കഴിഞ്ഞപ്പോൾ മെഷീനറിയുടെ വില, അതായത് 1 ജാനുവരി 2020 ആ മെഷീനറിയുടെ വില എത്രയാണ്? 8,000 ആയി. അതിനും 6 മാസങ്ങൾക്ക് ശേഷമാണ് ആ മെഷീനറി വിൽക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ ആ വർഷം ഒരു 6 മാസത്തെ ഡിപ്രീസിയേഷൻ കൂടി ആ മെഷീനറിയിൽ നിന്ന് കുറയാനുണ്ട്. ആ വർഷം 6 മാസത്തെ ഡിപ്രീസിയേഷൻ കൂടി ആ മെഷീനറിയിൽ നിന്ന് കുറയാനുണ്ട്. മെഷീനറി വിൽക്കാൻ നേരം അതുവരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു വർഷം 1000 രൂപയാണെങ്കിൽ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? 500 ആയിരിക്കും അല്ലെ? ഡിപ്രീസിയേഷൻ 6 മന്ത്സിലേക്ക് 500 റുപ്പീസ് ആയിരിക്കും. ആണല്ലോ അല്ലേ? അപ്പോ 7,500 ആണ് എന്ത് വരുന്നത്? മെഷീനറിയുടെ ഇപ്പോഴത്തെ വാല്യൂ വരുന്നത്. വിൽക്കാൻ നേരമുള്ള മെഷീനറിയുടെ വാല്യൂ വരുന്നത് എത്രയാണ്? 7,500 ആണ് അല്ലെ? ആ മെഷീനറി എത്ര രൂപയ്ക്കാണ് വിറ്റത്? 8,500 സോൾഡ് ചെയ്തത് അല്ലെ? 8,500 സോൾഡ് ചെയ്തത്. അപ്പോ 1,000 പ്രോഫിറ്റ് ആണ് അല്ലെ? 1,000 എന്താണ്? പ്രോഫിറ്റ് ആണ്. ആണല്ലോ? 1,000 പ്രോഫിറ്റ് അല്ലേ? ഓക്കെ ആണോ പറഞ്ഞത്? ആ, ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി അറിഞ്ഞിരിക്കുക. 10,000 രൂപയ്ക്ക് 2 കൊല്ലം മുമ്പ്, 2.5 കൊല്ലം മുന്നേ ഒരു അസറ്റ് വാങ്ങി 2 കൊല്ലം കൊണ്ട് അതിന് 2,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് 1,000 വെച്ചാണ് ഒരു വർഷം. ഇനി ആ വർഷം, ഇപ്പൊ നമ്മൾ പറയുന്ന വർഷം 6 മാസം ആ മെഷീനറി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ 6 മാസം ഡിപ്രീസിയേഷൻ 500 വന്നിട്ടുണ്ട്. അപ്പൊ ആ മെഷീനറി വിൽക്കാൻ നേരമുള്ള വാല്യൂ എന്ന് പറയുന്നത് 7,500 ആണ്. പക്ഷെ ആ മെഷീനറി വിറ്റ് കഴിഞ്ഞപ്പോൾ 8,500 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1,000 റുപ്പീസ് പ്രോഫിറ്റ് ആണ്. 1,000 റുപ്പീസ് പ്രോഫിറ്റ് ആണ്. എന്താണ് ജേണൽ എൻട്രി വരാം? എന്താ ജേണൽ എൻട്രി വരാം? പൈസ കിട്ടിയിട്ടില്ല അല്ലെ? അപ്പോ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റർ 8,500. ഓക്കെ ആണോ? പൈസ കിട്ടാനുണ്ട്. 2 മെഷീനറി എത്ര ഉള്ളൂ? മെഷീനറിയുടെ വാല്യൂ 7,500 ഉള്ളൂ. 2 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, 1,000. ഓക്കെ ആണോ? അതിനുശേഷം ഒരു എൻട്രി കൂടി ഇടണം. എന്താണ്? ഡിപ്രീസിയേഷൻ എൻട്രി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 500 ടു മെഷീനറി 500. ഓക്കെ ആണോ? ആദ്യം മെഷീനറിയുടെ 500 രൂപയുടെ ഡിപ്രീസിയേഷൻ എൻട്രി ഇടണം. രണ്ടാമത് ആ വർഷത്തെ തന്നെയാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ 1/2 കൊല്ലത്തെ 6 മാസം ഡിപ്രീസിയേഷൻ എൻട്രി ഇട്ടു. രണ്ടാമത് സെയിൽ ചെയ്തപ്പോൾ 8,500 കിട്ടും. അതിൽ 7,500 മെഷീനറിയുടെ വാല്യൂ ആണ്. ബാലൻസ് ഉള്ള 1,000 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ് എന്നുള്ള എൻട്രി കൂടി ഇട്ടു. ഓക്കെ ആണോ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓൺ മെഷീനറി എന്ന് പറയുന്നത് P&L അക്കൗണ്ടിലേക്ക് പോകേണ്ട. അപ്പൊ P&L ചെയ്യുന്നുണ്ടോ? P&L എഴുതിയാലും കുഴപ്പമില്ല. ബട്ട് കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ആ അക്കൗണ്ടിൽ നിന്നാണ് P&L ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. അപ്പോ അത്രയും എഴുതി. ഇനി നമ്മൾ നോക്കി, ഇവിടെ ഈ പൊട്ടൻ അക്കൗണ്ടന്റ് ഒരൊറ്റ എൻട്രി ഇട്ട് വെച്ചിട്ടുള്ളൂ അല്ലെ? ആ എൻട്രി നമുക്ക് റെഡിയാക്കണം. ഈ എൻട്രിയിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾ അവിടെ തന്നെ നിന്നോട്ടെ അല്ലെ? രണ്ടുപേരും ഡെബിറ്റിലാണ് നിൽക്കുന്ന, അവിടെ തന്നെ നിന്നോട്ടെ. ഡെപ്റ്റേഴ്സ് അവിടെ നിന്നോട്ടെ. ഇനി ആരെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം? സെയിൽസിനെ എലിമിനേറ്റ് ചെയ്യണം. സെയിൽസിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, സെയിൽസ്, ഡെപ്റ്റർ 8,500. ഓക്കെ ആണോ? 2 മെഷീനറിനെ ആഡ് ചെയ്യണം ക്രെഡിറ്റിൽ. മെഷീനറി 7,500. മെഷീനറിനെ ആഡ് ചെയ്തു. ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറിനെ ആഡ് ചെയ്യണം. അതും പ്രോഫിറ്റ് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്.
P&L adjustment account profit 1000. ഓക്കെ, അതും ആഡ് ചെയ്തു. ആ എൻട്രി കഴിഞ്ഞു അല്ലേ? ആ എൻട്രി കഴിഞ്ഞു. ഇനി ഡിപ്രീസിയേഷന്റെ എൻട്രിക്ക് ഇവിടെ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് വേറെ എൻട്രി ഒന്നും അല്ലെങ്കിൽ അവിടെ ആൾട്ടർനേറ്റ് വേറെ എൻട്രികളൊന്നും റോങ് എൻട്രി ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷന്റെ എൻട്രി നമ്മൾ ഇടണം. ഡിപ്രീസിയേഷൻ ഈസ് ആൻ എക്സ്പെൻസ്. P&L adjustment account. Depreciation debtor 500 to machinery 500. ഓക്കെ ആണോ? എൻട്രി ഇട്ടത് ഓക്കെ ആണോ? എൻട്രി ഇട്ടത് ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ ആണ്. ജോയലെ, സഫ? യെസ്. അടുത്തത് 460 paid for freight on machinery purchased on October 2020 was debited to freight account as 640. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മെഷീനറി അത് റെഡി ഫോർ യൂസ് ആകുന്നത് വരെ, പുട്ടി യൂസ് ആകുന്നത് വരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ആ മെഷീനറിക്ക് വരുന്ന എക്സ്പെൻസുകളെല്ലാം ആ മെഷീനറിയുടെ വാല്യൂ ഓഫ് അസറ്റിൽ കൂട്ടണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ വാല്യൂ ഓഫ് അസറ്റിലാണ് അത് കൂട്ടേണ്ടത്. അതിന്റെ ഫ്രൈറ്റും അത് കൊണ്ടുവരുന്ന എക്സ്പെൻസുകളും അല്ലെങ്കിൽ അത് കയറ്റുന്ന എക്സ്പെൻസുകളും ഇൻസ്റ്റലേഷൻ ചാർജുകളും എല്ലാം ആ മെഷീനറിയുടെ അസറ്റിന്റെ വാല്യൂവിലാണ് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു എൻട്രി വരേണ്ടത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ 460 ടു ക്യാഷ് 460 എന്നായിരുന്നു വരേണ്ടത്. അതിന് പകരം എന്താ വന്നിരിക്കുന്നത്? ആ എക്സ്പെൻസിനെ അവർ ഫ്രൈറ്റ് എന്ന് ആക്കി. ഫ്രൈറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 640, എമൗണ്ട് മാറിപ്പോയി, ടു ക്യാഷ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കി. ഫ്രൈറ്റ് അക്കൗണ്ടിൽ 640. ഫ്രൈറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ ആണ് കേട്ടോ. അപ്പൊ ലെഡ്ജറിൽ 640 എഴുതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഫ്രൈറ്റ് അക്കൗണ്ടിൽ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ അസ്യൂം ചെയ്തിരിക്കുന്നത് ലെഡ്ജറിൽ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരൊറ്റ ലെഡ്ജറിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ഓക്കെ, അപ്പോ ഫ്രൈറ്റ് അക്കൗണ്ടിൽ 640 വന്നു. ക്യാഷ് അക്കൗണ്ടിൽ അവർ എന്ത് തന്നെ എഴുതി? 460 തന്നെ എഴുതി. 460 തന്നെ എഴുതി. ഓക്കെ ആണോ? അറിയോക്കെ? അതെ. എന്നാ ഒന്നുകൂടെ പറയണം. അവർ പറഞ്ഞിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫ്രൈറ്റ് അക്കൗണ്ടിൽ 640 എന്ന് എഴുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രൈറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ ആണ്, സബ്സിഡിയറി ബുക്ക് ഒന്നുമല്ല. അപ്പോ ഏതെങ്കിലും ഒരു ലെഡ്ജറിൽ എമൗണ്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെഡ്ജറിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. അതിന്റെ ക്രെഡിറ്റിൽ നിൽക്കുന്ന എമൗണ്ടുകളെല്ലാം കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡെബിറ്റിൽ നിൽക്കുന്ന ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഫ്രൈറ്റ് അക്കൗണ്ടിൽ മാത്രം 640 എഴുതി. ക്യാഷ് അക്കൗണ്ടിൽ എത്ര എഴുതിയിരിക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 460 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഫാത്തിമ? ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് നോക്കാം. ക്യാഷ് രണ്ടിടത്തും ഓക്കെയാണ്. അപ്പോ ക്യാഷ് തൊടണ്ട. ഇനി ആരെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം? ഫ്രൈറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ആൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. അയാൾ ഡെബിറ്റിൽ കിടക്കാണ്. അയാളെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ ക്രെഡിറ്റ് ചെയ്യണം 640. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യണം? മെഷീനറീനെ ആഡ് ചെയ്യണം ഡെബിറ്റിൽ. മെഷീനറീനെ നമ്മൾ ഡെബിറ്റിൽ ആഡ് ചെയ്യണം 460 അല്ലെ? അപ്പോ ക്രെഡിറ്റിൽ 640 ഉണ്ട്, ഡെബിറ്റിൽ എത്രയുണ്ട്? 460 ഉണ്ട്. എത്ര ഡിഫറൻസ് ഉണ്ട് ഡെബിറ്റിൽ? എത്ര ഡിഫറൻസ് ഉണ്ട്? ഡെബിറ്റിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 180 ഡിഫറൻസ് ഉണ്ട്. ആ 180നെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ ആണോ? ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾക്ക് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
പ്രതീക്ഷിക്കാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് സപ്പോസ് മെഷീനറിയുടെ കൂടെ ആയിരുന്നു ആ 460 ആഡ് ചെയ്യപ്പെട്ടതായിരുന്നുവെങ്കിൽ അതിനൊരു ഡിപ്രീസിയേഷൻ വരുമായിരുന്നു ഇല്ലേ? സപ്പോസ് നമ്മളൊരു മെഷീനറി വാങ്ങി, ഒരു മെഷീനറിക്ക് 10,000 ആണ്, മെഷീനറിക്ക് 10,000 രൂപ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ച് കേട്ടോ. മെഷീനറിക്ക് 10,000 രൂപ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ആ മെഷീനറിയുടെ കൂടെ 460 കൂടി ഫ്രൈറ്റ് കൂടി വരേണ്ടിയിരുന്നു. പക്ഷെ ഫ്രൈറ്റ് വന്നു കഴിഞ്ഞല്ലോ. 1 ഒക്ടോബറിലാണ് കേട്ടോ വാങ്ങിക്കുന്നത്. 1 ഒക്ടോബറിലാണ്. ആ കൊല്ലം എത്ര മാസം ഉണ്ട്? ഇനി 3 മാസം ഉണ്ട്. 31 ഡിസംബറിന് തീരും. 3 മാസം ഉണ്ട്. ഓക്കെ. അപ്പോ മെഷീനറിയുടെ വാല്യൂ എത്രയായിരുന്നു വരേണ്ടത്? 10,460 ആയിരുന്നു വരേണ്ടത്. ഓക്കെ. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ആണെന്ന് വിചാരിക്കുക. 10% ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു വരേണ്ടത്? 10,460 ഇൻറ്റു 10/100 ഇൻറ്റു 3/12 എത്ര വരുമായിരുന്നു? എത്ര വരുമായിരുന്നു? 10,460 ഇൻറ്റു 0.1 ഇൻറ്റു 3/12 262 റൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയോ? യെസ്. ഓക്കെ അല്ലേ? ഇനി ആ മെഷീനറിയുടെ വാല്യൂ നമ്മൾ ആ 460 നമ്മൾ എവിടെ എഴുതിയത്? ഫ്രൈറ്റ് എക്സ്പെൻസിലാണ് എഴുതിയത്. മെഷീനറിയുടെ കൂടെ എഴുതിയില്ല. അപ്പൊ അന്ന് മെഷീനറിയുടെ വാല്യൂ എത്ര ഉള്ളൂ? 10,000 ഉള്ളൂ. അപ്പോ എത്രയുണ്ട് ഡിപ്രീസിയേഷൻ? 10,000 ഇൻറ്റു 10/100 ഇൻറ്റു 3/12 എത്രയാണ് ഡിപ്രീസിയേഷൻ വരാ? 250 വരുള്ളൂ. ഡിപ്രീസിയേഷൻ എത്ര വരുള്ളൂ? 250 വരുള്ളൂ. There is a difference in depreciation. ഡിഫറൻസ് ഇൻ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനിൽ ഡിഫറൻസ് ഉണ്ട്. എത്ര രൂപയുടെ? 12 രൂപയുടെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇവിടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ ഇവിടെ ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു എൻട്രി 12 രൂപയുടെ. ഈ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? ഫാത്തിമ, ജോയലെ, സഫ? യെസ്. ജോയലെ? ഒന്നുകൂടെ നോക്കിയാൽ സെറ്റാണ്. ആ പിന്നെ എടാ ഫാത്തിമ, ഒന്നുകൂടെ പറയണം. നമുക്ക് നോക്കാം. ആ മെഷീനറിക്ക് 10,000 ആയിരുന്നു വാല്യൂ. അതിന് എത്ര കൂടി ഉണ്ടായിരുന്നു വിചാരിക്കുക? 460 കൂടി ഫ്രൈറ്റ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 10,000 ഞാൻ അസ്യൂം ചെയ്ത വാല്യൂ ആണ് കേട്ടോ. അസ്യൂം ചെയ്ത വാല്യൂ ആണ്. 460 ഫ്രൈറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ആ മെഷീനറിയുടെ വാല്യൂ എത്രയാവുമായിരുന്നു? 10,460 വരുമായിരുന്നു. അത് നമ്മൾ ഡിപ്രീസിയേഷൻ 10% ആണെങ്കിൽ 3 മാസം നമ്മൾ അത് യൂസ് ചെയ്തു അല്ലെ? 1 ഒക്ടോബറിന് വാങ്ങിയപ്പോ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം നമ്മൾ യൂസ് ചെയ്തു. അപ്പോ 10,460 ഇൻറ്റു 100 ഇൻറ്റു 10/100 ഇൻറ്റു 3/12 എത്ര കിട്ടും ഡിപ്രീസിയേഷൻ ആ വർഷത്തെ? 262 കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് നമ്മൾ ആഡ് ചെയ്തില്ല? 460 ആഡ് ചെയ്യാൻ വിട്ടുപോയി. 460 നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നമ്മുടെ മെഷീനറിയുടെ വാല്യൂവിൽ വന്നിട്ടില്ല. മെഷീനറിയുടെ വാല്യൂ ആകെ വന്നത് എത്രയാണ്? 10,000 മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ 10,000 ഇൻറ്റു 10/100 ഇൻറ്റു 3/12 നമുക്ക് 250 കിട്ടും. 250 കിട്ടും. 260 എന്ന ഡിപ്രീസിയേഷൻ വരേണ്ടിടത്ത് എത്രയേ വന്നിട്ടുള്ളൂ? 250 വന്നിട്ടുള്ളൂ. 250 വന്നിട്ടുള്ളൂ. ബാലൻസ് എത്രയുണ്ട്? 12 വരണമായിരുന്നു അല്ലെ? കഴിഞ്ഞ കൊല്ലത്തെ ഡിപ്രീസിയേഷനിൽ എത്ര കൂടുതൽ വരണമായിരുന്നു? 12 റുപ്പീസ് കൂടുതൽ വരണമായിരുന്നു. 12 റുപ്പീസ് കൂടുതൽ വരണമായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ജോയിൽ ഓക്കെ ആണോ? ഓക്കെ. അതെ, അത് 10,000 പകരം 1 ലാക്ക് ഇട്ടോ. 10,000 പകരം 1 ലാക്ക് ഇട്ടോ. എന്നാലും ഈ 12ന്റെ ഡിഫറൻസേ കാണിക്കുള്ളൂ. ഓക്കെ.
അപ്പോ Okay. ഇവിടെ റേറ്റ് പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവര് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആൻസർ എഴുതിയപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു എൻട്രി കൂടി കൂടുതൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് കേട്ടോ. സാധാരണ പല സ്ഥലങ്ങളിലും സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്, പക്ഷെ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾ കണക്കൂട്ടുക. 10% അവർ അസ്യൂം ചെയ്തേക്കാണ്, ഒരു റേറ്റ് എടുത്ത് അസ്യൂം ചെയ്തേക്കാണ്. അപ്പോ ഇവിടെ എന്തൊരു എൻട്രി വരണമായിരുന്നു? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 12 ടു മെഷീനറി 12 എന്ന് വരണമായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു എൻട്രി വരണമായിരുന്നു. എൻട്രിക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പോ ആ എൻട്രിക്ക് പകരം എന്തുകൂടി വന്നു? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 12 ടു മെഷീനറി 12. ഓക്കെ ആണോ? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷന് വേണ്ടി നമ്മൾ എടുത്തതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ ഈ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കുറയുള്ളൂ. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഓക്കെ അല്ലേ? റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഇവിടെ തീരാണ്. അപ്പോ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, അതിനുശേഷം നമുക്ക് നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പറയാം. അതിനുശേഷം നമുക്ക് ഡിപ്രീസിയേഷൻ തുടങ്ങി വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ.